போல கத்திரியே அந்த இடத்தில் விட்டு புட்டு இப்ப திட்டிரியே செய்யதால வேர்வை போல மார்பல கூப்பிரியே எந்த கண்ணின் இமையை திறந்து எட்டி பார்க்கிறியே மேல கொட்டோன்னு கொட்ட போறேன் கண்ணாடி மேரியின் முன்னாடி நின்னுதான் கண்ணால முட்ட போறேன் கிளி உதட தந்து வெளுப்பேன் என்னோட வாடி வெளியே சிங்கார சின்ன புலியே என்ன பார்த்து சீராத செல்ல புலியே பூவாசம் வேணுமா மாமீசம் வேணுமா எங்கிட்ட சொல்லு புலியே உள்ளிமானே உன்னடானே தூசி விசையால குத்த போறேன் பஞ்சான மேனியே நெஞ்சோடு தூக்கியே பஞ்சாங்க பார்க்காம சுத்த போறேன் என்னடா இழுவ மேட்டுக்கு வாடா
കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ ഈ നല്ല മുഖം പാടിയതെന്തിങ്ങനെ ഇങ്ങനെ ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ ഈ നല്ല മുഖം പാടിയതെന്തിങ്ങനെ
പാതിരാ, നീ ചിരിച്ചാലീ തുറയ്ക്ക് ചാകരാ, നീ കരഞ്ഞാലീ കരയില് പാതിരാ, നീ ചിരിച്ചാലീ തുറയ്ക്ക് ചാകരാ. വെയിൽ ചായമിടുന്നേ അന്തിമാനമെന്നോണം, നുണക്കുഴിച്ചേലുള്ള നിൻ കവിളിന്മേൽ. വെയിൽ ചായമിടുന്നേ അന്തിമാനമെന്നോണം, നുണക്കുഴിച്ചേലുള്ള നിൻ കവിളിന്മേൽ. അഴകുള്ള താളമേ, ഒഴുകുന്നോരോളമേ, മതിമതി പിണക്കുമെന്റെ ചന്തമേ. ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ, പൊന്നോമനെ, ഈ നല്ല മുഖം വാടിയതെന്തിങ്ങനെ ഇങ്ങനെ. കാമുകന്റെ കണ്ണുകൾ, നിൻ വഴിയിൽ കാത്തുനിന്ന വണ്ടുകൾ, നിൻ പിറകെ കാമുകന്റെ കണ്ണുകൾ, നിൻ വഴിയിൽ കാത്തുനിന്ന വണ്ടുകൾ. കൊതിയോടെ വരുന്നേ, മൂളിപ്പാടി വരുന്നേ, ഇടയ്ക്കിടെ ചുണ്ടത്തൊരുമ തരാനായി. കൊതിയോടെ വരുന്നേ, മൂളിപ്പാടി വരുന്നേ, ഇടയ്ക്കിടെ ചുണ്ടത്തൊരുമ തരാനായി. കടലിന്റെ പൈതലേ, കരളിന്റെ കാതലേ, കടമിഴി വീശി മെല്ലെ ഒന്നു നോക്കണേ. ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ, പൊന്നോമനെ, ഈ നല്ല മുഖം വാടിയതെന്തിങ്ങനെ ഇങ്ങനെ. ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ, പൊന്നോമനെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികളെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ ഔദ്യോഗിക സെഷൻ കഴിഞ്ഞു. ഇനി ഈ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞങ്ങളുടെ എല്ലാമായ ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ വെഞ്ഞൂർ കൊച്ചു പ്രദേശം ഈ ജിദ്ദയിലേക്ക് സംഭാവന ചെയ്ത ഇവിടുത്തെ ഏറ്റവും പ്രശസ്തനായ പൊതുപ്രവർത്തകൻ ജനാബ് KP മുഹമ്മദ് സാഹിബ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പ്ലീസ് കം ടു ദി സ്റ്റേജ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, അത് ഈമാൻ എൻ്റെ മകൻ്റെ കുട്ടിയാണ്. ഈ സംഗമത്തിൽ അല്പം താമസിച്ചെത്തി എന്നത് വളരെ പ്രയാസത്തോടെ ഞാൻ ക്ഷമ ചോദിക്കുക. ഒരുപാട് പരിപാടികൾ എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കുമുണ്ടായി. ഇതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയം, ഈ സംഗമത്തെ ഞാൻ കാണുന്നത് പാട്ടുകൾ കേട്ട് ആസ്വദിക്കുന്നവരും തമാശകൾ കണ്ട് രുചി അനുഭവിക്കുന്നവരും ഒക്കെ കൂട്ടി ധാരാളമുണ്ട്. ഒരു പ്രവാസി സംഗമം എന്ന നിലക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും അവരുടെ കുട്ടികൾക്കും ഒരവസരം ലഭിക്കുന്നത് സ്വാഭാവികമായും ഇത്തരം സംഗതി കൂടികളെയാണ്. ഞാൻ ഇന്നലെ ഇതേ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു, ഇതേ സമയത്ത് തന്നെ വണ്ടൂർ പ്രവാസി സംഗമത്തിൻ്റെ ഒരു വലിയ പരിപാടി. അതിൽ പ്രഗത്ഭരായ റബിയുള്ള സാഹിബ്, JNH മുഹമ്മദ് അലി സാഹിബ് തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്രൗഡുണ്ടായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ എത്തിയപ്പോൾ അത് വലിയൊരു രാജ്യമാണ് വണ്ടൂർ. വലിയ വലിയ ബിസിനസ്സുകാരും, ഞാൻ നേരത്തെ പറഞ്ഞ JNH മുഹമ്മദ് അലി സാഹിബ് അടക്കമുള്ള നീലാംബ്ര ബേബി അടക്കമുള്ള ഈസ്റ്റേൺ കറി പൗഡറിൻ്റെ ഇവിടുത്തെ ഏജൻസി, ഒരുപാട് പണക്കാർ, സ്വാധീനമുള്ള ആളുകൾ, വ്യവസായ രംഗത്ത്, ബിസിനസ് രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഒക്കെ തുടങ്ങിയ കൈരളി ചാരൻ്റെ അബ്ദുറഹിമാൻ, അങ്ങനെ വലിയ വലിയൊരു ടീം ആ പരിപാടികൾക്കൊപ്പം ഈ വെന്യൂർ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ വളരെ പാവങ്ങളായ
സാധുക്കളായ സാധാരണക്കാരായ ആളുടെ ഒരു സംഗമ വേദിയാണ് ഞങ്ങൾ. അവരിന്നലെ ഇവിടെ ചർച്ച ചെയ്തത് അവർക്കൊരു മെഡിക്കൽ കോളേജ് തുടങ്ങണമെന്നതാണ്. അവരിന്നലെ ചർച്ച ചെയ്ത് തന്നത്. അവർ വേറൊരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട് 300 അംഗങ്ങളുടെ. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ടീമിൻ്റെ ഒപ്പം നിന്ന ഈ പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് ഇവിടെയുള്ള സഹോദരിമാർ. എൻ്റെ ഏറ്റവും അടുത്ത സഹോദരന്മാരുണ്ട് ഇവിടെ, വെന്നൂരല്ലാത്ത കണ്ണൂരിലെ സലീം അടക്കമുള്ള, അരിമ്പ്രയിലെ മുഹമ്മദ് കുട്ടി അടക്കമുള്ള, ഹക്കീം അടക്കമുള്ള, അങ്ങനെ വലിയൊരു സംഘം ഇവിടെ, പട്ടിക്കാട് ഗഫൂർ അടക്കമുള്ള എൻ്റെ ഒരു സുഹൃത്ത് സംഘം ഇവിടെ ഞാൻ കാണുക. ഞാൻ വന്നപ്പോൾ എൻ്റെ കൂടെ ഫറൂഖിലെ റസാഖും ഉണ്ടായിരുന്നു. ഇത്ര തിരക്ക് പിടിച്ച് ഷറഫിയിലെ വലിയൊരു പരിപാടി നടക്കുകയാണ് ഇമ്പാല ഓഡിറ്റോറിയത്തിൻ്റെ പുൽത്തകടിയിൽ. വലിയ പരിപാടിയാണ് ഫുട്ബോളിൻ്റെ. അതുപോലെ സിഫ് ഫുട്ബോളിലും ഞങ്ങൾ ഇപ്പം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ പരിപാടിയിൽ എത്തണമെന്ന് നിർബന്ധം എനിക്ക് ഉണ്ടാകാൻ കാരണം ഒന്ന്, എൻ്റെ നാടായതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെ ഒരു പരിപാടിക്ക് ഞാൻ സാധാരണ നാട്ടിൽ എൻ്റെ വീട്ടിൽ പരിപാടി ഉണ്ടായാലും പലപ്പോഴും വൈകിയെത്തുന്ന ഒരാളാണ്. ഈ പ്രാവശ്യം പോരുമ്പോഴും ഉണ്ടായത് അങ്ങനെ. അപ്പോൾ എനിക്ക് താല്പര്യം തോന്നിയ വിഷയം പറയാം. എനിക്കത് വരുമ്പോൾ സങ്കടം തോന്നുക. ഈ കമ്മിറ്റി രൂപയും കൊണ്ട് അന്ന് ഞാൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ പരിപാടിയിലേക്ക് ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് അപ്പം കിട്ടിയ എന്തോ സംഗതി എടുത്ത് കൊടുത്തു. അതാണ് ഇതിൻ്റെ ആദ്യത്തെ സംഭാവന എനിക്ക് തോന്നുന്നു. പക്ഷെ അത് ഉപകരിച്ചത് നിങ്ങൾ ഓർക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടിലൊരു സഹോദരൻ, ഒരു ഡ്രൈവർ മുസ്തഫ, വളരെ പാവ, ജോലി ചെയ്തതിനിടയിൽ ലിഫ്റ്റിൽ പകുതി തല അപ്പുറത്തും കയ്യും കാലും ഇപ്പുറത്തുമായി ശ്വാസം മുട്ടി മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ ഈ പ്രവാസി സംഘം ആദ്യമായി രംഗത്ത് വന്നപ്പോൾ അന്ന് ഞാൻ നാട്ടിലുള്ള സമയത്താണ് ആ മരണം നടന്നത്. വളരെ തിരക്കിൽ മയ്യത്ത് മറവ് ചെയ്യാനും ക്രിയകൾ ചെയ്യാനും 2-3 ദിവസം അങ്ങനെ കാത്തു നിന്നല്ലോ. ആ സമയത്തൊക്കെ നാട്ടിൽ ധാരാളം ആളുകളുണ്ടായിരുന്നു. അവിടെയും നമ്മൾ ഇവിടെ ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ ചെയ്തപ്പോൾ ആ കുടുംബത്തെ സഹായിക്കാൻ എന്താ ചെയ്യാന്ന് ആലോചിച്ചപ്പോൾ ഞാൻ അവരോട് ധൈര്യം പറഞ്ഞത്, ഇവിടെ നമ്മുടെ കുട്ടികൾ ഒന്നിച്ചു കൂടിയിട്ട് ഒരു സംഘമുണ്ട്, പ്രവാസി സംഘം. ആ സംഘം സഹായിക്കും. എത്ര ദിവസങ്ങൾ കൊണ്ടറിയോ നല്ല ഭൂമിയിൽ മനോഹരമായൊരു വീടുണ്ടാക്കി കൊടുത്തിട്ട് അത്ര വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഈ നിൽക്കുന്ന ആളുകൾക്കൊന്നും സ്വന്തമായി വീട് അത്ര നന്ന ഉണ്ടാക്കാൻ സാധിച്ചില്ല. എല്ലാവരും കൂടി ഇപ്പോൾ അവർക്ക് വലിയ നല്ല വീടുണ്ടാക്കാൻ കഴിയും. ആ കുടുംബം കണ്ണീരോടുകൂടി നമ്മളതിന് വേണ്ടി എത്ര തിരക്ക് പിടിച്ചാൽ നടക്കുക അറിയോ. മറ്റെല്ലാ പ്രവർത്തനങ്ങളും കോൺട്രാക്ടർ ബാബു നിർത്തിച്ച് ആ വീടിൻ്റെ പണി പൂർത്തീകരിച്ചു. തൊട്ട് പിന്നാലെ മറ്റൊരു ദാരുണ സംഭവം, ഒരു ആത്മഹത്യ ഉണ്ടായി. ആ കുടുംബത്തിൻ്റെയും ആശ്വാസം പകരാൻ ഈ പ്രവാസി സംഗമത്തിനായി പിന്നീട് 10-20 ലക്ഷം രൂപയുടെ 6 വർഷക്കാലം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു ബജറ്റ്, ഒരു ഗവൺമെന്റ് ബജറ്റ് പോലെ കൃത്യനിഷ്ഠയോടുകൂടി വളരെ വൃത്തിയായി കൃത്യമായി നിർവഹിക്കാൻ ഇവർക്ക് സാധിച്ചു എന്നത് ഞാൻ വലിയ പങ്കാളിത്തമൊന്നും എനിക്ക് വഹിക്കാൻ സാധിച്ചിട്ടില്ല. എൻ്റെ തിരക്കിനിടയിൽ പലപ്പോഴും പരിപാടിയിലൊക്കെ ഞാൻ വരാറുണ്ട്. നാട്ടിലെ പരിപാടിയിലൊന്നും വിളിച്ചപ്പോൾ എനിക്ക് 1-2 പരിപാടിയൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഞാനിത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ കർമ്മശേഷിയുള്ള യുവാക്കൾ, ഇവരൊക്കെ എൻ്റെ സഹോദരന്മാരും ബന്ധുക്കളുമാണ്. ഇപ്പം പുതിയ ഇവിടുത്തെ കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ടു. മിസ്റ്റർ ബഷീർ പ്രസിഡന്റാണ്, മജീദ് അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ടി അതിൻ്റെ ഖജാൻജിയാണ്, അതുപോലെ ഇക്ബാൽ അതിൻ്റെ ഓർഗനൈസറാണ്. അങ്ങനെ എല്ലാ ആളുകളും ഇവിടെ ദബ്ബ മുട്ടുന്നവരും മുണ്ടിൽ മടിക്കുന്നതും ഹുസൈനും സദൈവും ഒക്കെ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ കലാരംഗത്ത് നല്ല മിടിപിടിപ്പുള്ള ഈ ജിദ്ദയിലെ കലാരംഗത്ത് ആദ്യമായി അരങ്ങേറിയ ആളുകളൊക്കെ ഞങ്ങളുടെ നാട്ടുകാരാണ്. ഇന്നും അവർ മാർക്കറ്റ് ഞാൻ എവിടെ ചെന്നാലും നോക്കിയാൽ കാണാം, അതിങ്ങനെ വിരൽ ചലിക്കുന്നത് കണ്ടാലറിയാം. പക്ഷെ അത് മാത്രം പോരാ, ആസ്വദിച്ചാൽ പോരാ, പാവങ്ങളായ ആളുകൾക്ക് ഉപകാരം ചെയ്യണം. നമ്മളാലാകുന്ന ഉപകാരം ഒരു സംശയം വേണ്ട കാര്യത്തിൽ. നമ്മൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? നമ്മൾ പ്രവാസികളായി. ഇതിൻ്റെ പേര് തന്നെ പ്രവാസി സംഘം എന്ന. നമ്മൾ ഇന്നലെയും പറഞ്ഞ കാര്യം, നമ്മൾ പ്രവാസികളായി നാടിൽ വന്നുകൊണ്ടല്ലാതെ ഒരുപാട് ഗൾഫ് രാജ്യങ്ങൾ വരണ്ടല്ലോ. ഞാൻ സമയം കുറച്ച് എടുത്തോട്ടെ, കുഴപ്പമില്ല. 6 വർഷത്തെ സംഘടനയല്ലേ. നിങ്ങൾ ഇതുവരെ പാട്ട് കേട്ടപ്പോൾ അത്ര വലിയ മോശമൊന്നുമല്ല എൻ്റെ ശബ്ദം എന്നാണ് എല്ലാവരും പറയാറുള്ളത്. അതുകൊണ്ട് ഇത് കേട്ടാൽ വലിയൊരു അലർജി നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരിക്കൽ നമ്മൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു. ഇപ്പോഴത്തെ സഹോദരിമാർ ഓർമ്മിക്കേണ്ട ഏക വിഷയം അതാ. വഅദ്ദിൻ ഫിന്നാസി ലിൽ ഹജ്ജ്. വിശുദ്ധ ഖുർആനിൽ പറയാ, ഇബ്രാഹിമെ പണി കഴിഞ്ഞോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിനെ അള്ളാഹ് ഒരു പണി ഏൽപ്പിച്ചു, പെരപ്പണി പൂർത്തിയാക്കാൻ. കഅബാലയത്തിന് പണിയെടുക്കാൻ ഏൽപ്പിച്ചു. അവിടുന്ന് കല്ല് കൊടുന്ന് കട്ടിവെച്ച് ഇബ്രാഹിം നബി പറഞ്ഞു, അതെ തീർന്നല്ല തമ്പുരാനെ, വീടിന്റെ പണി തീർന്നു, ഞാൻ എൻ്റെ മകൻ ഇസ്മായിലും കൂടി പണി പൂർത്തിയാക്കി. എന്നാൽ അദ്ദിൻ ഫിന്നാസി ലിൽ ഹജ്ജ്, ആളുകളോടൊക്കെ ഹജ്ജിന് വരാൻ പറയാറ്. ഇബ്രാഹിമിന് അറിയാം, ഒരു പരിസരത്ത് ഒരു ജീവി പോലും ഇല്ല. തൻ്റെ ഉമ്മനെ ഇവിടെ ഇട്ടേച്ച് പോയതാണ് വാപ്പ. അവിടെയാണ് കഅബാലയം പണിതത്. പക്ഷെ ധൈര്യത്തിൽ ഇബ്രാഹിം നബി വിളിച്ചു പറഞ്ഞു, അദ്ദിൻ ഫിന്നാസി ലിൽ ഹജ്ജ്, ജനങ്ങളെ ഹജ്ജിന് വരിക, കഅബാലയത്തിലേക്ക് വരിക.
ആളുകൾ അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ പലരായി വരാൻ തുടങ്ങി. ഞങ്ങളും വരാൻ തുടങ്ങി. ആളുകൾ കഷ്ടപ്പെട്ട് മുടി ചാറി മണുപോരി വസ്ത്രങ്ങളൊക്കെ അലഞ്ഞ് ആകെ അഴുക്ക് പിടിച്ച് കട്ട പിടിച്ച് മുടി അലഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കാറ്റും പൊടിയൊക്കെ കൊണ്ടുവന്നല്ലേ. അങ്ങനെ ഞങ്ങളും വന്നു മലബാറിൽ നിന്ന്. കുറച്ച് കുരിയരി, കുറച്ച് അവലിൻ്റെ പൊടി, കുറച്ച് ലുങ്കി തുണി, ഒരു പാൻറ്റും ഒക്കെ ഇട്ട് ഛർദ്ദിച്ച് അവശരായി കപ്പലിൽ വെള്ളം കുടിച്ച് അങ്ങനെ ആളുകൾ വന്ന് ഇവിടെ ഇറങ്ങി. ആ കൂട്ടത്തിൽ വന്ന ആളുകൾ പിന്നീട് അവരെ മക്കളെ കൊണ്ടുവരാൻ തുടങ്ങി. 10-30 വർഷക്കാലം കൊണ്ട് നമ്മൾ എന്ത് വെച്ചാൽ വളരെ കഷ്ടപ്പെട്ട ആളുകൾ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ 976 മലബാറിൽ നിന്ന് ഒരു ഒഴുക്ക് വന്നു ഇവിടെ. ആ ഒഴുക്ക് വന്ന ആളുകളൊക്കെ ഇവിടെ എത്തിപ്പെട്ടപ്പോൾ അവർ തീരുമാനിച്ചു, കബാലയത്തിൽ പോയി അവർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന വല്ലാത്ത ഒന്നായിരുന്നു. പഠിച്ചവനെ, പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടാണ് ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങൾ തിരിച്ചു പോകില്ല. അവരെല്ലാവരും പറഞ്ഞു, മലപ്പുറത്തുനിന്ന് കോഴിക്കോട്ടു നിന്നും ഒക്കെ വന്ന മലബാറിലെ ആളുകൾ, തെക്ക് കേരളത്തും ആളുകൾ ഉണ്ടായിരുന്നു. ഒരിക്കലും ഞങ്ങൾ തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോയേ പറ്റൂ, ഈ നാട് നിങ്ങൾ ഹജ്ജ് മെമ്പറും ഞങ്ങൾ വന്ന ലക്ഷ്യം മുന്നിൽ പൂർത്തീകരിക്കണം. അവർ കബാലയത്തിലേക്ക് പോയി. മുൽത്തസിം വാദിന്റെ കില്ല പിടിച്ചവർ പറഞ്ഞു, ഞങ്ങളെ ഉമ്മ വാപ്പമാർക്ക് ഇവിടെ നിന്ന് കാണാൻ അവസരം കൊടുക്കണം, ഞങ്ങൾ തിരിച്ചു പോകാം. 10-65 വർഷക്കാലം ജീവിതത്തിൽ അന്ത്യ അവസാനം വരെ അവർ പ്രാർത്ഥിച്ചതാണ്. അത്തഹിയാത്തുൽ മുബാറക്കാത്തു സലവാത്തു തയ്യിബാത്തുലില്ല, എല്ലാവരും ആയിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞ്, അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഏ നബി അങ്ങേക്ക് സലാം. ആരാണ് ഈ നബി? ഞങ്ങളാരും കണ്ടില്ല. ആ നബിയുടെ കബറിടം ഞങ്ങളുടെ ഉമ്മവാപ്പമാർ കണ്ടില്ല. ആദമിന്റെ അബു നിങ്ങൾ കണ്ടില്ലേ സിനിമയിൽ? ആ സ്ത്രീ സരീന വഹാബ് പറഞ്ഞതുപോലെ മഗ്രിബ് മുതൽ ഇശ വരെ പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും റൗള ശരീഫ് ഒന്ന് മുത്തണം. ആ മോഹമായി ഞങ്ങളുടെ പാവങ്ങളായ ഉമ്മമാരും വാപ്പന്മാരും കാത്തിരിക്കുന്നു. അവർക്ക് ഈ പുണ്യഭൂമിയിൽ വരാനുള്ള അവസരം വരെ. അന്ന് അവർ ദുആ ചെയ്തില്ല, ഞങ്ങൾക്ക് കോൺക്രീറ്റ് വീടുകൾ ഉണ്ടാക്കണം, മക്കളെ കെട്ടിക്കണം, സമ്പാദ്യം ഉണ്ടാക്കണം, കാറ് വാങ്ങണം. അവർ ആഗ്രഹിച്ചില്ല. കാഫ് മല കണ്ട പൂങ്കാറ്റെ കേട്ടില്ലേ നിങ്ങൾ? അങ്ങനെയൊക്കെ പാടി കേട്ട് ചിരിച്ച നമ്മോട് പറഞ്ഞത് ഇതിനൊരു അവസരം തരണമെന്നാ. ഇപ്പൊ കണ്ടില്ല നിങ്ങൾ, മലബാർത്ത് അങ്ങനെ വരില്ലേ, കബാലയത്തിന്റെ വാതിൽ കേൾക്കാൻ ഹജറുൽ അസ്വദ് മുത്ത. എന്നിട്ട് അവർ വരികയാണ്, ലക്ഷങ്ങൾ ചെലവഴിച്ച് വരിക. മലബാറിലെ പാവങ്ങളായ പെണ്ണുങ്ങൾ, കേരളത്തിന്റെ സാധുക്കളായ പെണ്ണുങ്ങൾ, നമ്മൾ എങ്ങനെയായി കേരള കേരള ഖൈറുല ഖൈറുല ഖൈറുല. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഖൈറുല ഖൈറുല ഖൈറുല്ല ഖൈറുല്ല ഖൈറുല്ല. നമ്മുടെ നാട് ഖൈറുല്ല. അങ്ങനെ ഒരു രാജ്യമാണ്, അതാണ് കേരള. അപ്പൊ കേരളീയ മുസ്ലിം സമുദായം ആദ്യമായി പടപ്പുറപ്പാട് പുറപ്പെട്ടത് ഇവിടെ എത്തിയിട്ട് അവർ പ്രാർത്ഥിച്ചു, അവരെവിടെ കുടുംബത്തിൽ കൊണ്ടുവരാൻ. രാജാവിന് ഉത്തരം ചെയ്യുകയാണ്, അള്ളാഹു രാജാവെ തിരിച്ചയക്കണം. അന്ന് ഖാലിദ് രാജാവ് അവിടെ ഭരിച്ചിരുന്നു. ഇവരാരും തിരിച്ചയക്കണ്ട, അവരിവിടെ നിന്നോട്ടെ, രാജ്യത്തിന് ഗുണമാകും. 10-30 കൊല്ലം നിന്നപ്പോൾ രാജ്യത്തിന് ഗുണമായി, നമ്മുടെ രാജ്യത്തിന് ഗുണമായി. രാജ്യം ഐശ്വര്യപൂർണമായി, പട്ടിണിയില്ലാത്ത രാജ്യമായി. പള്ളി മുനാരങ്ങൾ ആകാശത്തേക്ക് എത്തി. മുഖബറുകളും കുബ്ബകളും മെഹ്റാബുകളും ഒക്കെ നന്നായി. നമ്മുടെ വീടുകൾ നന്നായി. പട്ടിണി മാറി. പാവങ്ങളെ സഹായങ്ങളായി, ആശുപത്രികളായി, സ്കൂളുകളായി, അക്കാഡമികളായി, കോളേജുകളായി, മെഡിക്കൽ കോളേജുകളായി. നമ്മളൊക്കെ സൗകര്യപൂർണ്ണം സമ്പന്നരായി. ഒരൊറ്റ കാര്യം അത്ര ചെയ്തുള്ളൂ. അവർ വന്നു. മദീന മുനവ്വറയിൽ അന്തിയുറങ്ങുന്ന മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ റൗള ശരീഫിൽ ചെന്നു. അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന തഹിയാത്തിൽ പഠിച്ച മക്കൾ അവിടെ വാപ്പമാരെയും ഉമ്മമാരെയും കൊണ്ടുവന്നു. റൗള ശരീഫിൽ ചെന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അത് ചൊല്ലി ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു. ഞങ്ങൾക്ക് തൃപ്തിയായി, ഞങ്ങൾ മതിയാക്കി. അപ്പോഴാണ് ബാക്കി നിൽക്കുന്ന ഞങ്ങളുടെ മക്കളെ തിരിച്ചെത്താൻ അള്ളാഹു സഹായിച്ചു. അങ്ങനെയാണ് ഐശ്വര്യപൂർണമായ, അതുകൊണ്ട് കിട്ടിയ നിഅമത്തിന്റെ 3/4% ഞങ്ങൾ പാവങ്ങൾക്ക് ചെലവഴിക്കും. അതാണ് ഈ പ്രവാസി സംഗമം തുടക്കത്തിലേ ചെയ്തത്. ഇനിയും തുടരുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇനി വെന്നൂരിലെ പാവങ്ങളെ സഹായിക്കാനുള്ളൊരു പദ്ധതി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി ആഗ്രഹിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നു. ആ കമ്മിറ്റിയുടെ പ്രവർത്തനം, രോഗികൾ ഇന്ന് യതീമക്കളെ നോക്കേണ്ട ആവശ്യം നമുക്കില്ല. അവർ സമ്പന്നരായി, ധാരാളം സ്ഥാപനങ്ങളായി. പക്ഷേ രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകളെ സഹായിക്കാൻ ഈ കമ്മിറ്റി ഒരു പദ്ധതി തീരുമാനിച്ചിരിക്കുന്നു. അതിലേക്ക് നല്ലവരായ സഹോദരിമാർ, നിങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ ശ്രദ്ധിക്കേ വേണ്ട. മുമ്പ് കാലത്ത് നിങ്ങളുടെ ഉമ്മൂമ്മമാർ അവിടെ അരയിൽ കെട്ടിയിരുന്ന കോന്തലഴിച്ചെന്ന്, കോന്തലഴിച്ച ചുരിദാറായതുകൊണ്ട്
ചെറ്റുകൾ അഴിച്ച് അതുമില്ല. അങ്ങനെ കൊടുത്തുണ്ടാക്കിയ പള്ളി മദ്രസ സ്ഥാപനങ്ങളിൽ നിന്ന് വളർന്നവർ നിങ്ങൾ കാര്യമായി സഹായിക്കണം. നിങ്ങൾ വിചാരിച്ചാൽ തീർച്ചയായും ഈ മഹാസദുദ്യമം, ഒരു വലിയ സദുദ്യമം എടുത്ത് പൂക്കളിടാൻ പോവുകയാണ്. വെന്നിയൂരിന്റെ അഭിമാനമായി ഒന്നുകിൽ ആംബുലൻസ് പേരാവാം, അതല്ലെങ്കിൽ മെഡിക്കൽ മറ്റു കാര്യങ്ങളാവാം, അല്ലെങ്കിൽ സ്വന്തമായി ഒരു മെഡിക്കൽ ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കാം. എന്താണോ ഇവർ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്ത് കൊടുത്താലും ശരി, ഇവർ അതിൽ നിന്ന് ഒരു റിയാല് പോലും തൽക്കാലത്ത് ആവശ്യത്തിന് തിരിമറി പോലും ചെയ്യില്ല. അത്ര വൃത്തിയായി ഈ വർഷങ്ങൾക്കിടയിൽ അത് നേർക്കുനേരെ ബോധ്യപ്പെട്ട വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ തീർച്ചയായും പറയുന്നു, നിങ്ങൾ ഈ സംരംഭവുമായി വന്നാൽ നിങ്ങളെ സഹായിക്കാൻ ജിദ്ദയിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന എനിക്ക് ധാരാളം നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയും അതിലേക്ക് 1 ലക്ഷം രൂപ എൻ്റെ വകയായി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയുമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വിഷമം വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ സമ്പന്നരായ ആളുകൾ എന്നൊന്നില്ല, ഒക്കെ സാധുക്കളേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തരമൊരു സദുദ്യമത്തിന് ഈ വെന്നിയൂർ പ്രവാസി സംഗമം തുടക്കം കുറിച്ചത് ഏറ്റവും അനുഗ്രഹമാണ്. അവരുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. അതുകൊണ്ട് ഇവിടെ ആടിപ്പാടി വരാവുന്ന കുഞ്ഞുങ്ങളുടെ പാട്ടുകളുണ്ടല്ലോ, ഇതൊരു അത്ഭുത സിദ്ധിയാണ്. 662 ജൂലൈ മാസത്തിൽ ഇതുപോലൊരു ആഘോഷം ചെറിയ മക്കൾ പാടിയില്ലേ, നിങ്ങളവിടെ കണ്ടല്ലോ. ഇതുപോലൊരു സംഭവം ഉണ്ടായി മദീനയിലെ പെണ്ണുങ്ങളും പാടി. അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി, കുട്ടികളെ കൊണ്ട് ചെല്ലിച്ചു. തല അൽ ബദറു അറിയല്ലോ, നമ്മുടെ ഷബാനൊക്കെ പാടുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ രസം കാര്യങ്ങൾ. അവർ കുടുംബസമേതം ഒരിക്കൽ ഞാൻ സൂര്യാപ്പാകത്ത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വീട് കിടക്കുമ്പോൾ അവിടെ വന്നിരുന്നു കുട്ടികളൊക്കെ. എന്തൊരു നൃത്തവും പാട്ടുമാണ്. വളരെ തികഞ്ഞ അച്ചടക്കത്തോടെ സദസ്സിന് ആയിരങ്ങളെ മുഴുവൻ കയ്യിലെടുക്കുന്ന ഷബാനയുടെ ശബ്ദമിട്ടിട്ട് തലയാൽ ബദറു പാടിയാൽ മദീനയിലെ പെണ്ണുങ്ങൾ കാത്തിരുന്നു. ഒരു പ്രവാസി വരുന്നു, മക്കയിൽ നിന്ന് ആട്ടി ഓടിച്ച പ്രവാസി വരികയാ. കൂടെ അബൂബക്കർ സിദ്ദീഖുമുണ്ട്. പ്രവാസിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ് ആദ്യത്തെ പ്രവാസി ഈ സൗദി അറേബ്യയിലെ. മദീനയിൽ നിന്ന് ഹിജറ പോകുന്നു. ജീവിക്കാൻ വയ്യാത്തോണ്ട്, തല്ലും കുത്തും കൊണ്ട്. നമ്മൾ വന്നതോ പട്ടിണി കൊണ്ട്, കഷ്ടപ്പാട് കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്. പുരൊന്ന് കെട്ടിമേയാൻ ചോർന്നൊലിക്കുന്ന വീടുകൾ. അന്നൊക്കെ വീട് എങ്ങനെയാ? ഓലകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കും. എന്നിട്ട് അതിന് ചോരുമ്പോൾ അതിന്റെ മുകളിൽ തൊപ്പിക്കട വെക്കും. ഇന്നോ കോൺക്രീറ്റ് വീട്, അതിന്റെ മുകളിൽ തൊപ്പിക്കൊണ്ട് നേരെ ഡിഷ് ആന്റിന അല്ലെ, കോൺക്രീറ്റ് വീടിന്റെ മുകളിൽ ഒരു തൊപ്പിക്കട. അന്ന് ചോർന്നൊലിക്കും. അങ്ങനെ ഉണ്ടാക്കിയ ഒരു മഹാസംരംഭത്തിന് മഹാനായ തിരുനബി വരികയാണ് മദീനയിലേക്കുള്ള പ്രവാചകന്റെ ആഗമനത്തെ സഹർഷം സ്വാഗതം ചെയ്ത് കൊട്ടിപ്പാടി തല അൽ